ഹലോ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വലിയതുറ ഭാഗത്താണ്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് കടൽ കയറി അടുത്തേക്ക് വരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഒരു വർക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതിന് മുന്നോട്ട് പോകുന്ന റോഡ് നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഫുള്ള് മണ്ണായിട്ട് നല്ല രീതിക്ക് കിടന്ന സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ കാണിച്ചത് എൻ്റെ ബാക്കിൽ കുറേ ബോട്ടുകൾ വന്നിട്ട് ഈ ബോട്ടുകളെല്ലാം ഇവിടുന്ന് തള്ളി ഇറക്കുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിനകത്ത് ഫുള്ള് കല്ലുകളെല്ലാം തെളിഞ്ഞ് മണൽച്ചാക്ക് അടുക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു സ്ഥലമുള്ളത്. നമ്മൾ ഈ കാണുന്ന സ്ഥലം ഇതിനു മുമ്പ് ഈ ഇരിക്കുന്ന വള്ളങ്ങൾ കണ്ടോ, ഈ വള്ളങ്ങളെല്ലാം തള്ളി ഇറക്കുന്ന രീതിയിലുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഫുള്ള് ഇപ്പോൾ കടൽ കയറിയിട്ട് മൊത്തം തീരെ ഇടിഞ്ഞു പോയതിനു ശേഷം ഇപ്പോൾ മണ്ണിട്ട് ചാക്കുകൾ നിറച്ച് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വലിയതുറയാണിത്. ഈ കല്ലൊന്നും ഇതിനു മുമ്പ് കാണില്ല, കല്ലൊക്കെ മണ്ണിനടിയിലായിരുന്നു. ഇവിടുന്ന് കറക്റ്റായിട്ട് തള്ളിയായിരുന്നു വെള്ളം ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ കടലിൻ്റെ അവസ്ഥയും വളരെ രൂക്ഷമായിട്ടൊരു രീതിയാണ്. ഗൈസ്, ആ കാണുന്നതാണ് പഴയ കടൽപ്പാലമായിരുന്നു. ഒരു സമയത്ത് വലിയ പ്രതാപമായിട്ടൊന്നൊരു കടൽപ്പാലമാണ്. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. അത് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഇടയ്ക്കുള്ള പാർട്ട് ഫുൾ അടന്നു പോയിട്ടുണ്ട്. മൊത്തത്തിൽ നശിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ഈ കടൽപ്പാലവും. ഗൈസ്, അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ തീരദേശത്തൊക്കെ താമസിക്കുന്ന ഒരു അവസ്ഥ വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമാണ് ഈ മൺസൂൺ തുടങ്ങി കഴിഞ്ഞാലും അല്ലാത്ത സമയങ്ങളിൽ, കടൽ രൂക്ഷമാകുന്ന സമയങ്ങളിൽ. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച സ്ഥലത്ത് കുറച്ച് നാൾ മുമ്പത്തെ വീഡിയോ, പക്ഷേ ആ വീഡിയോ എൻ്റെ അതിനകത്ത് കാണുന്നില്ല. ഞാൻ നോക്കി, പക്ഷേ കാണുന്നില്ല. ഇവിടുന്ന് കറക്റ്റ് വെള്ളം തള്ളി ഇറക്കി കടലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഏകദേശം ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് ഒരു 1.5-2 മീറ്ററോളം താണാണ് ഇപ്പോൾ കടൽ കിടക്കുന്നത്.